ഈ നെതന്യാഹു ഒളിവിലാണെന്ന് പറയുന്നത് ശരിയാണോ? ഒളിവിലാണോ അത് സ്ഥിരീകരിച്ചിട്ടില്ല ചേട്ടാ. അദ്ദേഹം ബങ്കറിനുള്ളിലാണെന്നുള്ളതാണ് രാവിലെയൊക്കെ ഉണ്ടായിരുന്ന വാർത്ത. രാവിലെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ അത്യാവശ്യം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വന്ന വാർത്തകൾ അങ്ങനെയായിരുന്നു. പിന്നീട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഗ്രീസിലാണ്, അതായത് ഏതൻസിലേക്ക് പോകുന്നു അങ്ങനെയുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നത്. അതിന് പ്രധാന കാരണം അതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്രമണമൊക്കെ നടത്തിയതിനു ശേഷം ഇറാനിയൻ പ്രദേശത്തേക്ക് ആക്രമണം നടത്തിയതിനു ശേഷം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഏതൻസിലെ വിമാനത്താവളത്തിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു വിമാനം കണ്ടു, ട്രാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് നോക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ വിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ വിമാനത്തിന്റെ പേര് വിങ് ഓഫ് സിയോൺ എന്നാണ്. ആ വിമാനം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനം അത് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വ്യോമയാന നിരീക്ഷണ സേവനങ്ങളുണ്ട്, അതായിട്ടുള്ള അങ്ങനെ ഒന്നായിട്ടുള്ള ഫ്ലൈറ്റ് റഡാർ 2024 നിന്നുള്ള പൊതുവായി ലഭ്യമായിട്ടുള്ള ആ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ പ്ലാറ്റ്ഫോം എക്സിലെ ഉപയോക്താക്കൾ, അതായത് അതിന്റെ വിമാനത്തിന്റെ റൂട്ട്, സമയം, ഗ്രീസിലെ ലാൻഡിംഗ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതേസമയം ഇത് അവിടെ കണ്ടു, വിങ്സ് ഓഫ് സിയോൺ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനം അവിടെ കണ്ടുവെങ്കിലും അതിൽ അദ്ദേഹത്തിന്റെ കുടുംബമുണ്ടോ, അദ്ദേഹമുണ്ടോ, നെതന്യാഹു അതൊന്നും വ്യക്തമായിട്ടില്ല. അപ്പോ ഇത് ഈ ഒരു വിഷയത്തില് ഗ്രീസിന്റെ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിലെ പൗരന്മാർക്കൊക്കെ സുരക്ഷാ ഉപദേശമൊക്കെ നൽകിയിട്ടുണ്ട്. കാരണം അവിടെയും ഗ്രീസിലുമൊക്കെ ഇവരുണ്ടല്ലോ, ജ്യൂസ് ഉണ്ടല്ലോ. അപ്പൊ ഇവർക്ക് വേണ്ടി ജൂതന്മാരോട് നിങ്ങൾ ഒന്ന് കരുതിയിരിക്കണം, അലർട്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ വിഷയം വന്നപ്പോൾ തന്നെ ഗ്രീസിലെ ഏറ്റവും ഉയർന്ന വിദേശ പ്രതിരോധ നയ കൗൺസിലറായിട്ടുള്ള KYSEA പ്രധാനമന്ത്രി ക്രിയാക്കോസ് മിറ്റ്സോട്ടാക്കിസിന്റെ നേതൃത്വത്തിൽ യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഗ്രീസിന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ പറയുന്നത് പോലെ ജൂതന്മാരോട്, ഇസ്രായേൽ പൗരന്മാരോട് നിങ്ങൾ കരുതിയിരിക്കണം, അലേർട്ടായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞത്. ഷെൽട്ടറുകൾക്ക് സമീപം തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക അധികാരികളുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ വ്യോമാതിർത്തിയാണെങ്കിൽ അടച്ചിടുകയും ബെൻഗുരിയോൺ വിമാനത്താവളത്തിലെ എല്ലാ വിമാനങ്ങളും നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഗ്രീസിൽ ഇത്തരത്തിലുള്ള ഒരു അലേർട്ട് മെസ്സേജ് ഒക്കെ കൊടുത്തത്. അപ്പൊ അവിടെ ആണെങ്കിലും ഗ്രീസ് ആണെങ്കിലും ക്രൈസിസ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സംഘർഷം ഇങ്ങനെ രൂക്ഷമാകുമ്പോൾ നെതന്യാഹുവിന്റെ വിമാനം ഏതൻസിൽ കാണുക എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഒരു പക്ഷെ അദ്ദേഹത്തെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയതായിരിക്കാം. അപ്പൊ മെച്ചപ്പെട്ടുള്ള സുരക്ഷാ പ്രോട്ടോക്കോളും അല്ലെങ്കിൽ നയതന്ത്ര സൈനിക ആസൂത്രണവും ഒക്കെ ഈ പറയുന്ന തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കൊക്കെ പിന്നിൽ ഉണ്ടെന്നാണ് പറയുന്നത്, നിരീക്ഷകർ പറയുന്നത്. മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് ഈ നീക്കം ഒരു മുൻകരുതൽ സുരക്ഷാ നടപടിയാണ് എന്നാണ്. അതാണ് നമ്മൾ മുൻപ് പറഞ്ഞത്. അപ്പോൾ ഈ ഇറാന്റെ പ്രതികാര നടപടികൾ ഏത് തരത്തിലൊക്കെ വരാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെയേറെ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന പ്രോട്ടോക്കോളിലെ ഏറ്റവും ഉയർന്ന പൗരനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ പിന്നെ മറ്റൊന്ന് ഇതിൽ പറയുന്ന ഒരു വിവരം, ഇസ്രായേലി വ്യോമാടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണ മേഖലയിൽ നിന്ന് നെതന്യാഹുവിന്റെ വിമാനത്തെ മാറ്റുക എന്നുള്ള ഒരു കണക്കുകൂട്ടൽ നടപടിയായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കാം, അതല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കാം എന്നുള്ള വിവരങ്ങളും വരുന്നു. എന്തായാലും അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് ഇസ്രായേലിൽ നിന്ന് സ്ഥിരീകരണം വന്നിട്ടില്ല. ഇസ്രായേൽ ഇതുമായിട്ട് അതെ അവർ വിട്ടിട്ടില്ല. ഒരു തരത്തിലുമുള്ള ഒരു സൂചനയും വന്നിട്ടില്ല. ആ സൂചന വരാത്ത സമയത്താണ് ഏതൻസിൽ ഇദ്ദേഹത്തിന്റെ വിമാനം ട്രാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അഭ്യൂഹങ്ങളൊക്കെ വരുന്നത്. സ്വാഭാവികമാണല്ലോ. നമ്മുടെ ഇവിടെ PV അൻവറിന്റെ കൊച്ചു കേരളത്തിൽ വന്ന PV അൻവറിന് തന്നെ ട്രാക്ക് ചെയ്ത് വിവരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തായാലും കിട്ടും.
അപ്പൊ എന്തായാലും ഈ പറയുന്ന വിമാനത്തിന്റെ സമയവും ലക്ഷ്യസ്ഥാനവും പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനാണ് ഇതിന്റെ ചോദ്യം ഒക്കെ ഉയരുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് US വിമാന ജീവനക്കാരെ രാത്രിയിൽ സ്ഥാനമാറ്റം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇറാന്റെ പ്രത്യാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളെ സൂചിക്കുന്നുണ്ട്. വിമാന ജീവനക്കാരെ രാത്രിയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇറാന്റെ പ്രത്യാക്രമണത്തിനുള്ള മുന്നോടിയായിട്ട് നടത്തുന്നതാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നെതന്യാഹുവും അമേരിക്കൻ സൈനിക അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ തമ്മിലുള്ള ഉയർന്ന തലത്തിലുള്ള ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചർച്ച നടന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ നേരിടാനുള്ള ഏകോപനത്തിന് വേണ്ടി ഏതൻസ് ഒരു നിഷ്പക്ഷവും സുരക്ഷിതവുമായിട്ടുള്ള ഇടമായിട്ട് അവർ കരുതി കാണാം. അതുകൊണ്ട് അവർ ഒളിമ്പിക്സ് ഒക്കെ നടന്നിട്ടുള്ളത്. അതെ. അപ്പോ പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള പ്രസ്താവനകളോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ, അതായത് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ ഈ അടി മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇതൊന്നും വരാത്തത് കൊണ്ട് തന്നെ അഭ്യൂഹങ്ങളെല്ലാം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഗ്രീസിൽ വെച്ചിട്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി അറസ്റ്റ് ചെയ്തു. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, അതായത് ICC പുറപ്പെടുവിച്ചിട്ടുള്ള അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഏതൻസിന് വേണമെങ്കിൽ നടപടി എടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ അതെ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി, അതായത് ഗാസയിലെ യുദ്ധം, ആ യുദ്ധത്തിൽ അവർ വഹിച്ച പങ്കിന് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോവ് ഗാലന്റിനുമെതിരെയാണ് ICC അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അപ്പോ അതുകൊണ്ട് തന്നെ ഏതൻസിൽ വെച്ചിട്ട് ഈ വാറണ്ട് ഉള്ളത് കൊണ്ട് അറസ്റ്റ് ചെയ്തേക്കുമോ എന്നുള്ള ആശങ്കകളും അഭ്യൂഹങ്ങളുണ്ട്. പാപ്പരാസികളൊക്കെ ഇത് പറഞ്ഞു നടക്കുന്നുണ്ട്, അറസ്റ്റിലായി എന്നുള്ളതൊക്കെ പറയുന്നു. നമുക്കറിയില്ല കൃത്യമായിട്ടുള്ള വിവരം, പക്ഷെ ഇത്തരത്തിലുള്ള ഡാറ്റാസ് ഒക്കെ റിപ്പോർട്ടുകളൊക്കെ വരികയാണ്, തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ 2024 നവംബറിൽ ICC വാറണ്ടുകൾ പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ ഗ്രീസിന്റെ പ്രതിബദ്ധതയില്ലാത്ത നിലപാടുണ്ടായിരുന്നു. ഗ്രീസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. മൊസാദ് പോലെയുള്ള ഒരു സംഘമൊക്കെ ഉള്ള ഒരു ആളാണല്ലോ, ഇത്രയും വലിയ കണ്ണിങ് ആയിട്ടുള്ള കാലം. അതൊക്കെ വെറുതെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്ലെയിൻ അവിടെ കൊണ്ടിട്ട് അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അതും സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ സാധ്യത. വിമാനം അവിടെ കൊണ്ടിട്ട് അദ്ദേഹം വേറെ എവിടെയെങ്കിലും ആയിരിക്കും, എവിടെയെങ്കിലും അറിയത്തില്ല, നമുക്കറിയാൻ പറയാൻ പറ്റില്ല. അതെ, അതൊക്കെ ആയിരിക്കും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതെ, അതായത് ഈ ഗ്രീസിൽ വെച്ച് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു സംഭവം വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭ്യൂഹം അതൊരു നാടകമാണ്. അതങ്ങനെ കാണിച്ചിട്ട് അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോകും. സുരക്ഷിതമായി മാറിയിരിക്കുന്നുണ്ട്. ആദ്യം വന്നത് ബങ്കറിലാണെന്നുള്ളതാണ്. ആളുകളൊക്കെ ബങ്കറിൽ സുരക്ഷിതമായിട്ടിരിക്കാനാണ് അവിടെ അറിയിപ്പ് കൊടുത്തിട്ടുള്ളത്, ഇസ്രായേലിലൊക്കെ. അപ്പൊ അവർക്കത് ശീലമാണ് കേട്ടോ. ഇസ്രായേൽ ജനതയ്ക്ക് ഇസ്രായേലിലുള്ള ഒരു സ്ത്രീയുടെ വീഡിയോസ് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ അവര് പലപ്പോഴും പറയുന്നതും എനിക്ക് പരിചയമുള്ള ഒരു ഉറങ്ങല്ല, അവരെ സംബന്ധിച്ച് ഈ മിസൈലിന്റെ ശബ്ദം, ഈ ഡ്രോൺ, ഈ ആക്രമണത്തിന്റെ ശബ്ദം, ഇതൊക്കെയും അവർക്ക് സർവ്വസാധാരണമാണ് ഇസ്രായേലിലെ ജനങ്ങൾക്ക്. അതെ, അതിന്റെ ഇടയിൽ ഒരു ചെറിയ വിഷയം വന്നപ്പോഴാണ് എല്ലാവരും അലർട്ടായതും ഒക്കെ വന്നതും. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ICCയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് പത്രസമ്മേളനത്തിൽ ഗ്രീക്ക് ഗവൺമെന്റ് വക്താവ് എന്താ പറയാ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നു, മറുത്തൊന്നും പറയാതെ വിട്ടുനിന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു ആശങ്ക, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ആശങ്ക വന്നത്. എന്നാലും ഈ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. ഗ്രീസിൽ അദ്ദേഹത്തിന്റെ വിമാനം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും സുരക്ഷിതമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു മറ്റെവിടെയെങ്കിലും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സുരക്ഷിതനായി ഇരിക്കാനുള്ള സാഹചര്യമാണുള്ളത്. കഴിവുണ്ട്.